2023 കാറ് ഹാർഡ് ടോപ്പ് 4x4 മാനുവൽ 4x4 ആണ്. ഓക്കെ, 2023 വണ്ടി അല്ലേ? 23 വണ്ടി, 26 6-ാം മാസം വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. കമ്പനി ഒരു വർഷം കൂടി വാറണ്ടിയുള്ള വണ്ടി. ഇതിപ്പോൾ നമ്മൾ റേറ്റ് അണ്ടർ കോസ്റ്റ് കൊടുക്കാൻ വിചാരിക്കുക. കാരണം ഈ ഡൽഹിയിൽ ഫോർച്യൂണർ 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും കിട്ടുന്നതാണ് കിംവദന്തികളാണ് വ്ളോഗും റീൽസിലൊക്കെ കാണുന്നത്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2024 മോഡല് ക്രെറ്റയുടെ SO എന്ന വേരിയന്റ്. എസ്സിൽ ഓപ്ഷനിൽ വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് ടോപ്പ് ആൻഡ് XUV. ഓക്കെ, ടോപ്പ് അഡാസ് ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. നമുക്ക് അത്യാവശ്യത്തിന് വേണമെങ്കിൽ കൈവിട്ട് ഓടിക്കാം. അങ്ങനത്തെ ഒരു വണ്ടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കിടന്നുറങ്ങി നിങ്ങളെ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷമീർ ഖാന്റെ കൂടെയാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഷമീർ ഖാൻ സ്വാഗതം. ഷമീർ ഖാസ് കോഴിക്കോട് മാങ്കാവ് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ. ഭാരത് പമ്പിന്റെ തൊട്ട് ചേർന്നിട്ടാണ് ഹൈവേ സൈഡിൽ അല്ലേ? അപ്പോൾ ഷമീർ ഖാന്റെ ഇച്ചിരി അതാണല്ലോ വേണ്ടത്. ഒരു പ്രാവശ്യം ഷമീർ ഖാൻ വീഡിയോയിലില്ലായിരുന്നു, അതിൽ മൊത്തം ഇതാക്കാൻ പറ്റും. കാല് പരിക്കേറ്റ സമയത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ പുറകിൽ കണ്ട 3 വെറൈറ്റി കളറിലെ 3 താറുകൾ. 3 ഡോർ ആണ് 3 അല്ലേ? റോക്സ് അല്ല, താറാണ്. ഓക്കെ, അതേപോലെ ഈ സൈഡിൽ ജിംനി ഉണ്ട്. കുറേ കോമ്പാക്ട് SUV ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ വണ്ടികളുടെ ക്വാളിറ്റിയിൽ നമുക്ക് ഒരു കോംപ്രമൈസ് ഇല്ല അല്ലേ? ഓക്കെ, വില എങ്ങനെ നമ്മൾ ഇപ്രാവശ്യം പൊടിച്ചിട്ടുണ്ടോ? പിന്നെയും വില നല്ല പാകമായ വില കാണുന്നവർക്ക് എന്തായാലും സന്തോഷമായിട്ട് കണ്ടിരിക്കാം, വണ്ടി എടുക്കാം. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാനുള്ളതുണ്ടാവും. വിമർശനം എന്നും എന്തിലും വേണം, എന്നാലേ നമുക്ക് പുരോഗതി ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പകുതിയോളം വണ്ടികൾ കൊടുത്തു. വീഡിയോയിൽ കാണിച്ച പകുതിയോളം വണ്ടികൾ നമുക്ക് കൊടുക്കാൻ പറ്റി. കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വിളിച്ചാൽ മതി. ഷമീർ നമ്പർ അതിലുണ്ടാവും. ബാക്കി വീഡിയോയിൽ പോകാം. വീഡിയോയിലേക്ക് നമ്മുടെ ആദ്യത്തെ വാഹനം ഒരു ന്യൂ ഷേപ്പ് ക്രെറ്റയാണ്. അതും ഒരു അടിപൊളി കളറിലെ ഒരു വെറൈറ്റി കളർ, ഒരു എന്താ പറയാ, ഗ്രീൻ അല്ലേ? ഗ്രീൻ അല്ല, ബ്ലാക്കിന്റെ ഫീലിംഗ് കിട്ടുന്ന ഗ്രീൻ. അങ്ങനത്തെ ഒരു ഗ്രീനാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചാണക പച്ച അങ്ങനെയും പറയാം. ഓക്കെ, എങ്ങനെയാ ഡീറ്റെയിൽ? 2024 മോഡല് ക്രെറ്റയുടെ SO എന്ന വേരിയന്റ്. എസ്സിൽ ഓപ്ഷനിൽ വരുന്ന പെട്രോൾ. ഓക്കെ, 2024 മോഡൽ. ഓക്കെ, ഇപ്പോൾ 27 വരെ കമ്പനി വാറണ്ടി തന്നെ നിൽക്കുന്ന വാഹനമാണ്. ഏതാ മാസം, ഏതാ രജിസ്ട്രേഷൻ വരുന്നത്? ലാസ്റ്റ് മാസം വരുന്നത് 12-ാം മാസം അല്ലേ? ലാസ്റ്റാണ് 24. അപ്പോൾ 27 ലാസ്റ്റ് വരെ നിങ്ങൾക്ക് 7-ാം മാസം. ഇപ്പം ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് എടുത്തു. 7-ാം മാസം. ഓക്കെ, 7-ാം മാസം വരെയാണ്. സോറി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വണ്ടിയാണ്. അതെ, ഇതിലിപ്പോൾ വന്നിട്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും, പാനോറാമിക് സൺറൂഫ് വരും, പിന്നെ അതേപോലെ തന്നെ അലോയ് വീൽസ് വരും, റിയർ വൈപ്പർ വരും, ഡീഫോഗർ വരും, പിന്നെ ഇൻബിൽഡ് സെറ്റ് വരും, സ്റ്റിയറിംഗ് വോളിയം കൺട്രോൾ സിസ്റ്റം വരും, പിന്നെ ഓൾമോസ്റ്റ് ഫീച്ചർ വരും. സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, പിന്നെ വയർലെസ് ചാർജർ ഉണ്ടാവില്ല. അങ്ങനത്തെ 1-2 ഫീച്ചേഴ്സ് വെച്ച് ബാക്കി എല്ലാം വരുന്നുണ്ട്. സൺറൂഫ് അടക്കം വരുന്ന വാഹനമാണ്. 2024 7-ാം മാസം രജിസ്ട്രേഷൻ വന്ന വണ്ടി. എത്ര ഓട്ടം? വെറും കിലോമീറ്റർ 4000 കിലോമീറ്റർ ഓടിയിട്ടാണ്. ലോ കിലോമീറ്റർ വണ്ടി. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ ആസ്ക് ചെയ്യുന്നത് 14,85,000. 14,85. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്ര ഉണ്ട്? അറൗണ്ട് 18 ലക്ഷം രൂപ. 18 ലക്ഷം. അത്രയും മാറ്റം വന്നു കഴിഞ്ഞു. വെറും 4000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനം. അപ്പോൾ നിങ്ങൾ പുതിയൊരു വണ്ടി എടുക്കാൻ ന്യൂ ഷേപ്പ് അതാ പുതിയൊരു വണ്ടി നിങ്ങൾ നോക്കാൻ പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് എടുത്തു ധൈര്യമായിട്ട്. ഓക്കെ, ഇൻഷുറൻസ് ഇപ്പോൾ എടുക്കാനായി. ഇൻഷുറൻസ് പുതിയ നമ്മൾ എടുത്തു കൊടുക്കും. ഓക്കെ, ലോണും എത്ര? ലോൺ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 14 വരെ കിട്ടും. നല്ല ട്രാക്കുള്ള മാക്സിമം കിട്ടും അല്ലേ? എന്തായാലും ഓക്കെ. അടുത്ത വണ്ടിയിലുണ്ട് കിയ സോണറ്റ്, ഒരു ബ്ലാക്ക് കളർ കോമ്പാക്ട് SUV. 2023 വണ്ടി. 23 മോഡൽ. ഓക്കെ, ബാക്കി 2023 HTK പ്ലസ് സോണറ്റ് പെട്രോൾ മാനുവൽ. മിഡിൽ ഓപ്ഷൻ ആണ്. ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷൻ അല്ലേ? അതെ. ഓക്കെ, എയർ ബാഗും കാര്യങ്ങളൊക്കെ വരും. 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സൺറൂഫ് ഉണ്ടാവില്ല. അലോയ് വീല് വരില്ല. അങ്ങനെ സീറ്റ് വെന്റിലേഷൻ ടോപ്പിലേക്ക് പോകുമ്പോഴാണ് അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ബാക്കി പുഷ്പട്ടം വരുന്നുണ്ടോ ഇതിൽ? ഇല്ല, പുഷ്പട്ടം വരില്ല. ഓക്കെ, പെട്രോൾ മാനുവൽ അല്ലേ? ഓട്ടോമാറ്റിക്കാ? മാനുവൽ. മൈലേജ് ഒരു 12-16 റേഞ്ച് ഏകദേശം മൈലേജ്. ഇതിനേക്കാൾ മൈലേജ് സെൽട്ടോസിന് കിട്ടുന്നുണ്ട്. അങ്ങനെ ആക്കാം. സോണറ്റിനേക്കാൾ മൈലേജ് സെൽട്ടോസിന് ഉണ്ട് കേൾക്കാം. അതുപോലെ വെന്യൂവിനേക്കാൾ മൈലേജ് ക്രെറ്റക്കും കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ട്. യൂസർ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒരു ക്ലെയിം ഇല്ല. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? കിലോമീറ്റർ 15,000 ഓടിയിട്ടുള്ളൂ. നമ്മൾ ആസ്ക് ചെയ്തത് 8,90,000. 8,90 15,000 കിലോമീറ്റർ മാത്രം ഓടി. 2 വർഷം കൊണ്ടാണ് 8,90 കൊണ്ടുപോകും. ലോൺ ഒരു 8 ലേക്ക് അബൌട്ടോ? 8 ലേക്ക് എന്തായാലും കിട്ടും. ഓക്കെ, വേറെ വർക്കൊന്നുമില്ല. വാറണ്ടി ഇപ്പോൾ
2023 26 വരെ വാറണ്ടി ഉണ്ട്. 9 മാസം വരെ വാറണ്ടിയിൽ നിലവിൽ വാറണ്ടിയുള്ള വണ്ടി. ഇതാ ഒരു ഓഫ് റോഡർ SUV നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ജിംനി അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? ജിംനി എന്ന് പറഞ്ഞാൽ നമ്മളാണ് ആദ്യമായിട്ട് ജിംനി മാർക്കറ്റിൽ വീഡിയോ കാണിച്ചത്. ഓർക്കുണ്ടാവില്ല, 2 വണ്ടി ഒന്നിച്ച് വെച്ചിട്ട് അതിനുശേഷം നമുക്ക് കൂടുതൽ എൻക്വയറി വരുന്ന നല്ല കത്തിക്കയറിയ ഒരു വീഡിയോ ആയിരുന്നു. നല്ല കത്തിക്കയറിയ വീഡിയോ ആണ്. അതിനുശേഷം നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന ജിംനിക്ക് പല ഡീലേഴ്സ് തന്നെ നമ്മൾ വിളിക്കും. നമ്മൾ കാണിച്ചില്ല, കഴിഞ്ഞ 2 മുന്നത്തെ വീഡിയോ 10-ലധികം ജിംനി വിറ്റ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് 2024 ഇറങ്ങിയ വണ്ടി, 23 മോഡല്, സിംഗിൾ ഓണർ ജിംനിയുടെ സീറ്റ മാനുവൽ. സീറ്റ ടോപ്പിന്റെ താഴെ അല്ലേ? തൊട്ട് താഴെ മാനുവൽ ആണ്. അൽഫാണ് ഫുൾ ഓപ്ഷൻ വരെ. ഓക്കെ, അതെ. 4x4 അല്ല, 4x4 ആണ്. 4x4 മാനുവൽ, 2023 മോഡൽ, 24 രജിസ്ട്രേഷൻ, 27 വരെ കമ്പനി വാറണ്ടിയിൽ കിട്ടുന്ന വാഹനമായിരിക്കും അല്ലേ? 11 മാസമാണ് രജിസ്ട്രേഷൻ വരുന്നത്. ജനുവരി അവിടുന്ന് നോക്കുമ്പോൾ ജനുവരിയാണ്. സോറി. ഓക്കെ, അപ്പോൾ 27 ജനുവരി വരെ. ഓക്കെ, ഓട്ടോ കിലോമീറ്റർ 23,000 കിലോമീറ്റർ മാത്രം. 23,000 നോർമൽ ഓട്ടം തന്നെയാണ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് അല്ല വണ്ടി? സിംഗിൾ ഓണർഷിപ്പ്. നമ്മൾ നേരത്തെ കണ്ടാക്ക സിംഗിൾ അല്ലേ? നേരത്തെ കണ്ടത് സോണറ്റ് സിംഗിൾ അല്ല? സോണറ്റ് സിംഗിൾ ഓണർ. ഓക്കെ, ഇതിപ്പോൾ എത്ര? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 10,75,000 രൂപ. 10.25 ലക്ഷത്തിന് ഈ ഒരു 23 മോഡൽ 24 രജിസ്ട്രേഷൻ ജിംനി നിങ്ങൾക്ക് കൊണ്ടുപോകാം. 4x4 മാനുവൽ വാഹനമാണ്. സീറ്റ ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്നത്. ലോണും 90% കയറുമല്ലോ. 10 ലക്ഷം രൂപ എന്തായാലും കൊടുക്കും നമുക്ക്. 10 ലക്ഷം രൂപ ഉണ്ടല്ലോ. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. നേരത്തെ കണ്ടവൻ അപ്പു, ഇവൻ അച്ചു. സോണറ്റ് തന്നെയാണ്. ബ്ലാക്ക് കേടെ പഴയ ലോഗോ വരുന്നത്. വേരിയന്റ് മാത്രം വ്യത്യാസമുണ്ട്. വേരിയന്റ് മാറും, പഴയ ലോഗോ ആണ് അല്ലേ? ലോഗോ മാറും. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? 2021 മോഡല് സോണറ്റ് IMT ആണ്. HTX എന്ന വേരിയന്റിൽ IMT. STX ആണ്. നേരത്തെ കണ്ടതിന് ഒന്ന് മേലത്തെ ഓപ്ഷനാണ്. സൺറൂഫും കാര്യങ്ങളും വരും. അലോയില് നല്ല വില കൂടി അലോയില് ചെയ്തിട്ടുണ്ട്. അലോയ്സ് HTX അല്ലാണ്ട് വരുന്നുണ്ടായിരുന്നു. HTX ലാസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇതിൽ വന്നിട്ടില്ല അല്ലേ? ഓക്കെ, ഇതിലിപ്പോൾ എന്തായാലും ചെയ്തിട്ടുണ്ട്, ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്, സൺറൂഫും വരുന്നുണ്ട്. ഓക്കെ, അതാണ് വ്യത്യാസം. മറ്റേ എത്ര ഓട്ടം ഇത്? കിലോമീറ്റർ 64,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 64. IMT പെട്രോളില് നിങ്ങൾക്ക് ക്ലച്ച് ഇല്ലാതെ വണ്ടി ഓടിക്കാം, വണ്ടി ഓഫായി പോകില്ല. അതെ, കാലിന് പരിക്കുള്ളവർക്കും ഗിയർ മാറ്റാൻ, നേരത്തെ കാലിന് പരിക്കുള്ളവർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഓട്ടോമാറ്റിക്കിന്റെ സുഖം ഉണ്ടാവും. ഗിയർ ഇങ്ങനെ മാറ്റി കൊടുക്കണം. അതും ഒരു സുഖമാണ് അല്ലേ? അതൊരു പണിയാണല്ലോ. ചില ആളുകൾ പറയാറുണ്ട് ഓട്ടോമാറ്റിക് ആവുന്ന വെറും ഒരു പണിയില്ലാണ്ട് ഇപ്പൊ ഒരു മാനുവൽ വണ്ടി മതി. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ ഹൈവേയില് ഒന്നും ചെയ്യാൻ പറ്റില്ല. വെറുതെ ഇങ്ങനെ മാനുവൽ തന്നെ ഒരു ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകാം. അപ്പോ എത്രയാണ് ഇപ്പോ? നമുക്ക് 8,30,000 രൂപ. 8:30 ഈ ഒരു 2021 സോണറ്റ് STX നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് അല്ല വണ്ടി? സിംഗിൾ ഓണർഷിപ്പ് പോകാം. അടുത്ത വണ്ടിയിലുണ്ട്. അടുത്തത് ക്രെറ്റ തന്നെ. നമ്മൾ നേരത്തെ കണ്ട ഷേപ്പിന്റെ തൊട്ട് മുന്നിറങ്ങിയ ഷേപ്പ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2022 ക്രെറ്റ SXO ഡീസൽ ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് ആൻഡ് ഡീസൽ ഓട്ടോമാറ്റിക് ക്രെറ്റയാണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം. നേരത്തെ പറഞ്ഞ തൊട്ട് സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനമാണ്. അതിൽ ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ്. മൈലേജ് ഒരു 16-17 വരെ കിട്ടും. എന്തായാലും കിട്ടും അല്ലേ? ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഡിക്കിന്റെ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. ഡിക്ക് റീപ്ലേസ് ഇല്ല, ഡിക്കിന്റെ ഗ്ലാസ് മാത്രം. കമ്പനി തന്നെ കമ്പനി ഹിസ്റ്ററി പ്രോപ്പർ. ഓട്ടോ എത്ര? കിലോമീറ്റർ 74,000. 74,000 ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്. അതിൻ്റെ ഓട്ടം പോയിട്ടുണ്ട്. 22 മോഡലുമാണ്. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? 16,70,000 രൂപ. 16,70,000 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 16,70,000 നിങ്ങൾക്ക് കൊണ്ടുപോകും. 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഓക്കെ, ഫുൾ ഹിസ്റ്ററി ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. അപ്പോൾ താല്പര്യം വിളിക്കാം. ലോണും 90% എന്തായാലും കയറും. 15 മുതൽ 16 വരെ. ഓക്കെ, നമുക്കൊരു ഗ്യാപ്പ് എടുത്തിട്ട് കോമ്പാക്ട് SUV-യിലേക്ക് പോകാം. അടുത്തൊരു സെഡാൻ കാറ്റഗറി ഹോണ്ട എമൈസ്. ഇപ്പോഴത്തെ 2 ജനറേഷൻ പുറകോട്ടുള്ള അല്ലേ? മുന്നത്തെ ഷേപ്പ്, ഫസ്റ്റിൽ രണ്ടാമത്തെ ഷേപ്പ്. ഇപ്പൊ ഇറങ്ങുന്നതിന്റെ മുന്നത്തെ. അതെ, എങ്ങനെ ഡീറ്റെയിൽ? 2018 മോഡല് അമേസ് പെട്രോൾ മാനുവൽ VX ഫുൾ ഓപ്ഷൻ. ഏറ്റവും ടോപ്പിന്റെ പെട്രോൾ മാനുവൽ വാഹനമാണ്. മൈലേജ് ഒരു 13-16 റേഞ്ച് മൈലേജ് കിട്ടും. ഓക്കെ, നോക്കി ഓടിച്ചാൽ നല്ല കിട്ടും. ഓക്കെ, ഇതിപ്പോ വന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ സെഗ്മെന്റിൽ ഒരു വണ്ടി കാണിക്കണം വിചാരിച്ചിട്ട് കാണിക്കാണ്. നമ്മൾ ഇപ്പോൾ RF പോകും. പെയിന്റ് പോയതല്ല, മേലെ എന്തോ മറിഞ്ഞ പോലത്തെ ഇതാണ്. നമ്മൾ ക്ലിയർ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ അല്ലേ? ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒരു ക്ലെയിം ഇല്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 50,000, 18 മോഡലാണ്. നല്ല റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. അങ്ങനെ കടന്നോളൂ, അങ്ങനെ ഓടിച്ചു പോവാം. ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒരു ക്ലെയിം ഇല്ല. ഹിസ്റ്ററി ഉണ്ടോ? പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് അല്ല? സിംഗിൾ ഓണർ. എത്ര ഇപ്പോൾ? 5,70,000 രൂപ.
570 നിങ്ങൾക്ക് ഈ ഒരു 2018 അമേസ് VX വെറും 50,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കൊണ്ടുപോകാം. ഒരു കാർ നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സെഗ്മെന്റ് ആണ് അല്ലേ? ലോൺ ഒരു 5 lakh above കിട്ടുമോ? തീർച്ചയായിട്ടും. അടുത്തത് ഒരു XUV 700 മഹീന്ദ്രയുടെ 2022 മോഡൽ വണ്ടി KL 57 രജിസ്ട്രേഷൻ. എങ്ങനെ ഡീറ്റെയിൽ ചെയ്ത്? 2022 മോഡല് XUV 700 AX7 L എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ലക്ഷറി ആണ്. ഓട്ടോമാറ്റിക്, അതായത് അഡാസ് ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വാഹനമാണ് ലക്ഷറി. എന്താ ഓട്ടോമാറ്റിക്. ജലദോഷം പിടിച്ചിട്ടുണ്ട്. അതങ്ങനെ സൗണ്ട് പെട്ടെന്നൊരു മാറ്റം. ജലദോഷം കഫക്കെട്ടുണ്ട്. ഓക്കെ ഓക്കെ. പെട്രോൾ ഓട്ടോമാറ്റിക് ടോപ്പ് ആൻഡ് XUV. ഓക്കെ. ടോപ്പ് അഡാസ് ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. നമുക്ക് അത്യാവശ്യത്തിന് വേണമെങ്കിൽ കൈവിട്ട് ഓടിക്കാം. അങ്ങനത്തെ ഒരു വണ്ടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കിടന്നുറങ്ങി നിങ്ങളെ. ഓക്കെ. ഓട്ടോ എത്ര പോയി? കിലോമീറ്റർ 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 22 അല്ലേ? നോർമലോട്ടാണ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല. കറക്റ്റ് സർവീസ് വണ്ടിയാണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. വാറണ്ടി ഇപ്പോൾ 11 മാസം ലാസ്റ്റ് വണ്ടി 2022 ലാസ്റ്റ് വണ്ടിയാണ്. അപ്പോൾ എടുക്കാൻ പറ്റുമോ? അടുത്ത പാർട്ടിക്ക് വാറണ്ടി മുമ്പ് പുതുക്കാൻ എടുക്കാം. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എക്സ്റ്റെൻഡ് ചെയ്യാം. ഏത് വണ്ടിക്ക് വാറണ്ടി അതേപോലെ തന്നെ ഇൻഷുറൻസ് IDV ഇതെല്ലാം മാക്സിമം എടുക്കാൻ നോക്കാം അല്ലേ? ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? നമ്മുടെ വില 20,50,000 രൂപ. 20.5 ലക്ഷത്തിന് ഏറ്റവും ടോപ്പ് എൻഡ് X7L 30 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന വണ്ടി. മുകളിൽ വില വരുന്ന വണ്ടിയായിരുന്നു അന്ന്. അപ്പോൾ നിങ്ങൾക്ക് 20,50,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. ലോൺ ഒരു 100% വരെ നല്ല ട്രാക്കുള്ള കസ്റ്റമർ കിട്ടും. കാരണം നമ്മൾ അധികം വില ചോദിച്ചിട്ടില്ല. ഫുൾ ലോണും കിട്ടും. അതെ. അപ്പോൾ താല്പര്യമുണ്ടോ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലുള്ളൂ. ഫുൾ ലോണിൽ നിങ്ങൾക്കൊരു MG ഹെക്ടർ പ്ലസ് ആയത് ഹെക്ടർ പ്ലസ് നമുക്ക് പിന്നെ കാണിക്കാം. ഓക്കെ. ഹെക്ടർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതും ഡീസലാണ്. നല്ല മൈലേജ് ഉള്ളൊരു വണ്ടി. ഇത്രയും ഇതിന്റെ പെട്രോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മൂവിങ് ആണ്. മൈലേജ് ഇല്ല പക്ഷേ ഇതിന് നല്ല മൈലേജ് ഉണ്ട്. അത്രയും ഫീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ? ഓട്ടോമാറ്റിക് ഉണ്ടാവില്ല ഡീസലിൽ. അത്രേ ഉള്ളൂ. ഫുൾ ഓപ്ഷനാണ്. ഷാർപ്പാണ്. പക്ഷേ ഈ വണ്ടി നമ്മളെ സ്റ്റോക്കിലുള്ള വണ്ടിയല്ല. നമ്മളെ എക്സ്ചേഞ്ച് വന്ന വണ്ടി. നമ്മൾ വണ്ടിയായിട്ട് എക്സ്ചേഞ്ച് വന്നുകൊണ്ടാണ് നമ്മൾ എടുത്തത്. സാധാരണ ഈ വണ്ടി നമ്മൾ ഇങ്ങനത്തെ വെക്കാറില്ല. വേറെ ഒന്നും കൊണ്ടില്ല. എന്താ കാരണം പറയുന്നത് നമ്മൾ ഈ വണ്ടിയുടെ ചെറിയ വണ്ടി ബമ്പറിന്റെ ഭാഗത്ത് തട്ടിയിട്ട് എയർ ബാഗ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അത് കമ്പനി തന്നെ സർവീസ് പുതിയ എയർ ബാഗ് വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ വണ്ടികൾ നമ്മൾ അങ്ങനെ സാധാരണ കാണിക്കാറില്ല. ഇങ്ങനത്തെ വണ്ടികൾ നമ്മൾ ഡീലർമാർക്ക് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാറാണ്. ചില കസ്റ്റമർക്ക് ഇതേപോലെ നമ്മുടെ അടുത്ത് പറയാറുണ്ട്, ഇത് ഫുൾ ലോൺ കിട്ടുന്ന വണ്ടി ഉണ്ടോ? ഫുൾ ലോൺ ഉണ്ട്. അപ്പോൾ ഈ വില കുറച്ച് നമുക്ക് കിട്ടുന്നതുകൊണ്ട് കസ്റ്റമർക്ക് ഫുൾ ലോൺ ഏകദേശം കിട്ടും. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഇപ്പം നമ്മൾ മാറ്റപ്പെടുന്നു. ഡ്രൈവർ സൈഡ് അല്ല, അതർ സൈഡ്. ഡ്രൈവർ സൈഡ് എയർ ബാഗ് ഔട്ട് ആയിട്ടുണ്ട്. ബാക്കി വേറെ റീപ്ലേസ്മെന്റ് വേറെ നമ്മൾ സാധാരണ കച്ചവടക്കാർ പറയാ ഗ്ലാസ് മാറിയില്ല, ഡോർ മാറിയില്ല, ബോണ്ട് മാറിയില്ല, ഡിക്ക് മാറിയില്ല, ടോപ്പ് മാറിയില്ല, എപ്രോണും ഇല്ല. അങ്ങനത്തെ ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ടെക്നിക്കലി അതേപോലെ തന്നെ റേഡിയേറ്റർ, ബെയറിംഗ് അങ്ങനത്തെ സാധനങ്ങൾ മെക്കാനിക്കൽ പാർട്സ് ആണ് മാറിയിരിക്കുന്നത്. ഫുൾ കമ്പനിയാണ് ഫുൾ സർവീസ് ഹിസ്റ്ററി. ഒരു പ്രശ്നവും ഇതിലില്ല. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ വണ്ടി സാധാരണ ചെയ്യാറില്ല, കാണിക്കാറില്ല. അതുകൊണ്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ എടുത്ത് പറയുന്നത്. നമ്മൾ 100 പറയുന്ന കേസുകൾ മാത്രമേ നമ്മൾ ഷോറൂമിൽ വെക്കാറുള്ളൂ. ഇത് എക്സ്ചേഞ്ച് ചെയ്യുന്ന വണ്ടികൾ അതേപോലെ തന്നെ വേറെ ഡീലർമാർക്ക് കട്ട് ചെയ്ത് കൊടുക്കാറാണ്. അപ്പോൾ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ ഒരുപാട് ആൾ പറയാറുണ്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഓക്കെ. അതായത് നിങ്ങൾക്കിപ്പോൾ വില കുറച്ചിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ സംഭവിച്ചെന്ന് വിചാരിച്ചാൽ ഇനി അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഇനിയും അങ്ങനത്തെ ഒരു ഇമ്പാക്ട് വന്നാൽ എയർ ബാഗ് ഡിപ്ലോയോ ഒരു പ്രശ്നമില്ല. ഗൾഫിലൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ക്ലെയിം ഒരു വിഷയമല്ല. റീപ്ലേസ് ഒന്നും നമ്മളെ മാർക്കറ്റിലെ ആൾക്കാർ ക്ലെയിം ഉള്ള വണ്ടികൾ, റീപ്ലേസ് ഉള്ള വണ്ടികൾ പറയുമ്പോൾ ഒരു 2ാം നമ്പറായിട്ടാണ് കാണാറ്. എന്തായാലും ഒരു വിലപാതത്തിൽ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഫ്രീ ഫ്രാങ്ക് എല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത്. അതെ. എത്രയാണിപ്പോൾ നമുക്ക് ഫൈനൽ ഒരു 12 ലക്ഷം രൂപ കൊടുക്കാം. 12 ലക്ഷത്തിന് 2021 മോഡൽ ഷാർപ്പല്ലേ? ടോപ്പല്ലേ? ഷാർപ്പ് ഡീസൽ മാനുവൽ വാഹനമാണ്. നിങ്ങൾക്ക് കൊണ്ടുപോകാം. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഇതിന്റെ ഓട്ടോ എത്രയാ? കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 80,000 ഓടിയിട്ടുണ്ട് അല്ലേ? താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ഫുൾ ലോണിൽ കൊണ്ടുപോകാൻ സാധിക്കും. അടുത്ത വണ്ടി തിരിച്ച് നമ്മൾ വീണ്ടും കോമ്പാക്ട് SUV-ലേക്ക് എത്തിയിരിക്കുകയാണ്. ഹ്യുണ്ടായ് വെന്യൂ KL 18 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതിന്റെ നാട്ടിലെ വണ്ടി. വടകര രജിസ്ട്രേഷൻ, കോഴിക്കോട് ഇല്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2020 മോഡല് വെന്യൂന്റെ ടോപ്പ് എൻഡ് മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് SXO. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ് അല്ലേ? ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് വാഹനമാണ്. സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. വയർലെസ് ചാർജർ വരുന്നുണ്ടോ ഇതിൽ? വയർലെസ് ചാർജർ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഉണ്ടെന്ന് വേണ്ടിയിട്ട് ടോപ്പ് എൻഡ് ആണ്. അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ. അതെ. ഓട്ടോ എത്ര പോയി? വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 5 വർഷം കൊണ്ട്. ഓട്ടോ കുറവാണ്. ഓക്കെ.
ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? നമുക്ക് ഫൈനൽ 8,90,000 രൂപ. 8,90,000 2020 ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വെന്യൂ നിങ്ങൾക്ക് കൊണ്ടുപോകാം. മൈലേജ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഒരു 12-15 കണ്ടാൽ മതി മാക്സിമം. 15 പറയണ്ട, 12. എത്ര? 12 പറഞ്ഞാൽ മതി. 12, അതാ പറഞ്ഞത് 12. അല്ല, ലോങ്ങിൽ ഹൈവേയിലൊക്കെ പോവാണെങ്കിൽ അതാ മിനിമം ടു മാക്സിമം 11 to 15 കണ്ടാൽ. അതെ, അങ്ങനെ പറയാം. അത്രേ ഉള്ളൂ. അടുത്തൊരു പ്രീമിയം കാറ്റഗറിയാണ് ഓഡി A4. ഈ വണ്ടി നിങ്ങൾക്ക് ഡൽഹി കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം അവിടെ നല്ല വണ്ടി കൊണ്ട് പോകുന്നുണ്ടാവും അല്ലേ? അവിടെ വന്ന് ഇനി അവിടെ ഈ മോഡൽ വണ്ടികൾ അവിടെ ഇൻവോസ് കിട്ടൂല. സത്യത്തിൽ ഈ വണ്ടി ഇപ്പം ചെയ്യാൻ നമ്മുടെ അടുത്ത് പഴയ സ്റ്റോക്കുള്ള വണ്ടിയാണ്. ഇതിപ്പോൾ നമ്മൾ റേറ്റ് അണ്ടർ കോസ്റ്റ് കൊടുക്കാൻ വിചാരിക്കുക. കാരണം ഈ ഡൽഹിയിൽ ഫോർച്യൂണർ 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും കിട്ടുന്നതാണ് കിംവദന്തികളാണ് വ്ളോഗും റീൽസിലൊക്കെ കാണുന്നത്. ഒരുപാട് ആൾക്കാർ ഒന്ന് ഫ്ലൈറ്റിലും ട്രെയിനിലൊക്കെ അവിടെ എത്തി നോക്കുമ്പോൾ അതേപോലെ തിരിച്ചുകൊണ്ട് പോരാ. യാഥാർത്ഥ്യത്തിൽ യാതൊരു ബന്ധമില്ല, അതാണ് കേൾക്കുന്നത്. എനിക്കറിയില്ല യാഥാർത്ഥ്യമായിട്ട് ചെയ്യുന്നില്ല. അത് അങ്ങനത്തെ കിംവദന്തികൾ കാരണം ഇതേപോലത്തെ പ്രീമിയം സെഗ്മെന്റിലുള്ള വണ്ടികൾ ഇവിടെ കച്ചവടം നടക്കുന്നില്ല. അതർ സ്റ്റേറ്റും ചെയ്യുന്നവർക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ അതർ സ്റ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെ വിളിച്ചു പറയാണ് ഈ ഒരു 2 ആഴ്ചയായിട്ട് ഒരു കച്ചവടം നടക്കുന്നില്ല. ആളുകൾ ചോദിക്കുക, ഫോർച്യൂണർ 2014 ഫോർച്യൂണറിന് ഈ വണ്ടികളോട് അവർ ചോദിക്കുന്ന 13 രൂപ 12 ലക്ഷം രൂപക്കാരൊന്നും വിറ്റിരുന്നത്. ആ വണ്ടികൾ അവർ ആ റേറ്റ് ചോദിക്കുന്ന സമയത്ത് പിന്നെ ആളുകൾ ചോദിക്കുക നിങ്ങൾ എന്ത് ലാഭം എടുക്കുന്നത്? 3 ലക്ഷത്തിന് ഫോർച്യൂണർ ഉണ്ടെന്ന് അറിയില്ല, അതാണ്ട് കാണിച്ചു കൊടുക്കുക. കേരള വണ്ടിയുടെ അപ്പൊ യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ല എന്നുള്ള ഈ റേറ്റിന് കിട്ടുമെങ്കിലേ. പിന്നെ ഒരു കാര്യം അവിടെ ഡീസൽ കൊടുക്കുന്നില്ല എന്നുള്ള വിഷയം ഇപ്പൊ സ്റ്റേ കിട്ടിയെന്ന് കേട്ടു. അതിപ്പോഴല്ല, ഇപ്പോഴും ഫ്യൂല് നിർത്തിയെന്നേ ഉള്ളൂ. അതെ, കുറെ കൊല്ലമായിട്ട് അതിപ്പോ സ്റ്റേ കിട്ടിയിട്ടുണ്ട്. എനിവേ എന്തായാലും 2015-10 വർഷത്തിന് മുമ്പുള്ള വണ്ടിക്ക് അവിടെ NOC കിട്ടില്ല. വണ്ടി കിട്ടി കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുപോയി സ്ക്രാപ്പ് ആക്കാനേ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കാം. അതുകൊണ്ട് മാർക്കറ്റിൽ അങ്ങനെ ഈ ഒരു കിംവദന്തി കാരണം മാർക്കറ്റിൽ ഈ സെഗ്മെന്റിലുള്ള ആളുകൾ വണ്ടി എടുക്കാൻ അമാന്തിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം ബിസിനസ് നടക്കുന്നില്ല. നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത് ഈ വണ്ടി കുറച്ചായി സ്റ്റോക്കിലുള്ള വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ വില കുറച്ചിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫണ്ട് റിലീസ് ആക്കാൻ വിചാരിക്കുക. ഞാൻ ഡീറ്റെയിൽ പറയാം. 2014 മോഡല് A4 പ്രീമിയം പ്ലസ്, കിലോമീറ്റർ 82,000 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് തേർഡായിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല, മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ വിലയും ചോദിച്ച വണ്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ കോസ്റ്റ് കുറച്ചിട്ട് ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു 12 ലക്ഷത്തി, അതിന് മുമ്പ് ഞാൻ വില പറയുന്നതിന് മുമ്പ് ഇത് 2014 വണ്ടിക്ക് ജിതിൻ വീഡിയോ ചെയ്യാറുണ്ടല്ലോ. എന്ത് വിലയാണ് സാധാരണ ചോദിക്കാറ്? ഏതായാലും എനിക്ക് പൈസ പോകും, അത് കുറച്ച് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. അതർ സ്റ്റേറ്റ് വണ്ടികൾ എനിക്കറിയാം. എന്താ പറയാ, 7.5-8 റേഞ്ച്. 8.5 ലക്ഷം ടാക്സ് അടിക്കണമെങ്കിൽ ഏകദേശം ഒരു 3-3.5 ലക്ഷം രൂപ ടാക്സ് അടിക്കേണ്ടി വരും. 3 ലക്ഷത്തിന്റെ 3ന്റെ മുകളിൽ എന്തായാലും വരും. വണ്ടികൾ 3 അപ്പോൾ 11-12 രൂപ വരും. അയാളെ വിട്ടണമെങ്കിൽ സാധാരണ വിത്ത് NOC, സാധാരണ അതർ സ്റ്റേറ്റ് വണ്ടികൾ പറയാ വണ്ടിന്റെ വിലയും പറയും വിത്ത് NOC എന്നറിയും. ആളുകൾ അത് കൂട്ടൂല. സാധാരണ ഈ പ്രീമിയം വണ്ടികൾക്ക് നല്ല ടാക്സ് ഉണ്ടാവും. എന്തായാലും ഈ പറഞ്ഞ റേറ്റ് അപ്പൊ 3.5 രൂപയിലാണെങ്കിൽ 12 ലക്ഷം രൂപ ആ വിലക്ക് നമുക്ക് കൊടുക്കും. 12,25,000 രൂപ കൊടുക്കും. ഒറിജിനൽ കേരള വണ്ടി കൊടുക്കാം. 12 കിലോമീറ്റർ ജനുവരിയായിരിക്കും. പിന്നെ പറഞ്ഞ കണ്ടീഷനും ഉണ്ടാവും. നമ്മുടെ നാട്ടുകൂടി വണ്ടി. എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് എത്രക്കോ മുകളിലാണ് എന്റെ കോസ്റ്റ് വരുന്നത്. നമ്മൾ അതിന്റെ മുകളിൽ വില ചോദിച്ച വണ്ടിയാണ്. അതിന്റെ മുകളിൽ 2014 വണ്ടികൾ കൂടെ 16 ലക്ഷത്തിന് മുകളിൽ വിറ്റിട്ടുണ്ടായിരുന്നു ഒറിജിനൽ കേരള വണ്ടി. ഇപ്പം ഈ കാരണം ഇങ്ങനത്തെ സെഗ്മെന്റിലെ വണ്ടികൾ നടക്കുന്നില്ല. നമ്മുടെ അടുത്ത് എൻ്റെ അഭിപ്രായത്തിൽ 2 കോടിയുടെ കയ്യിൽ സ്റ്റോക്ക് നടക്കുന്നുണ്ട് ഈ സെഗ്മെന്റിലെ വണ്ടികൾ മാത്രം. നമ്മളായതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നത്. വേറെ ആളുകൾ സങ്കടപ്പെട്ടു പോയേനെ. കാരണം ഇത് ഈ ഒരു കിംവദന്തി കാരണം ഒരുപാട് പേര് ഇതേമാതിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സത്യത്തിൽ. നമ്മളിപ്പം വെറുതെ അതിന് വെച്ചിട്ട് ഡിസ്പോസ് ചെയ്യാതെ വിചാരിച്ചിട്ടാണ് ഈ റേറ്റ് പറയുന്നത്. അപ്പോൾ ചിലപ്പം പ്രൈസ് കമ്പയർ ചെയ്ത ആൾക്കാർ പറയും അതും കൂടുതലാണെന്ന് പറയും. ഞാനതിന് പറയാനാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് നഷ്ടത്തിലാണ് ഞാൻ കൊടുക്കുന്നത്. അതേ എനിക്ക് പറയാൻ കഴിയുള്ളൂ, തർക്കിക്കാൻ ഞാനില്ല. ഷമീറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. 2014 വണ്ടിക്ക് 12,50,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി, ഫുൾ സർവീസ് ഹിസ്റ്ററിയും പക്കായിരിക്കും. കിലോമീറ്റർ ആയിരിക്കും. ലോണ് 10 ലക്ഷം രൂപ വരെ ലോൺ റെഡി ആയി കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. വീണ്ടും ഒരു സെഡാൻ കാറ്റഗറി ഹ്യുണ്ടായ് വെർണയാണ്. KL 16 ആറ്റിങ്ങൽ രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2019 മോഡല് വെർണ ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് SX ഓപ്ഷനിലാ. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് 80 ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. ടോർക്ക് കൺവെർട്ടർ, നല്ല അടിപൊളി ടയേഴ്സ് ആണ്. ലോട്ട് എത്ര പോയി? കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 60,000. 60,000 അല്ലേ? ഓക്കെ, പുതിയ ടയേഴ്സ് ഇട്ടായിരിക്കും അല്ലേ? പുതിയ ടയേഴ്സ് ആയിരിക്കും. ഓക്കെ, വണ്ടി ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പമ്പറൊക്കെ ചെറിയ ടച്ചപ്പുകളുണ്ട്, അല്ലാതെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് സർവീസ് 60,000 സർവീസ് ഇപ്പോൾ ലാസ്റ്റ് കമ്പനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീസൽ അടിച്ച് ഓടിച്ചാൽ മാത്രം മതി എടുക്കുന്ന ആൾക്ക്. ഓട്ടോമാറ്റിക് ഡീസൽ സെഡാൻ വേണമെന്നുണ്ടെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ, നല്ല മൈലേജ് കിട്ടുന്ന ഒരു വെഹിക്കിൾസ്. ഒരു 17-18 ഒക്കെ എന്തായാലും കിട്ടും മൈലേജ് കിട്ടും. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്?
നമ്മളിത് മുമ്പ് കുറെ ചോദിച്ച വണ്ടിയാണ്, ഇത് നമ്മൾ അണ്ടർ വില കുറച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഒരു 8,95,000 രൂപ കൊടുക്കാം. കോസ്റ്റ് അതിന്റെ മുകളിൽ വരുന്നത് ഒരു വർണ്ണ ഡീസൽ ഓട്ടോമാറ്റിക് 2019 മോഡൽ വർണ്ണ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ലോൺ ഫുൾ കിട്ടും? ഫുൾ എമൗണ്ട് ലോൺ കിട്ടുന്നതാണ് നമ്മൾ, കാരണം നമ്മൾ അണ്ടർ കോസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ബലനോ ആണ്, ന്യൂ ഷേപ്പ് KL46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഷിവർക്ക് അതിന്റെ ഡീറ്റെയിൽ? 2022 മോഡൽ ബലേനോ, മാനുവൽ, പെട്രോൾ. ഓപ്ഷൻ ഏതാ? ഡെൽറ്റ ആണ് അല്ലേ? ഓക്കെ, ഡെൽറ്റയിൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും, പ്രൊജക്ടർ ഹെഡ്ലാമ്പ് കാര്യങ്ങളൊക്കെ വരും, അലോയ്സ്, പിന്നെ ടോപ്പിലേക്ക് അങ്ങനത്തെ ഡിഫോർ, ബാക്ക് വൈപ്പർ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല അല്ലേ? ഓക്കെ, ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി തന്നെയാണ്. 22 മോഡലിൽ എത്ര ഓട്ടം പോയി? 22 ഡിസംബർ വണ്ടിയാണ്. കിലോമീറ്റർ 52,000 കിലോമീറ്റർ ഓടി. 52,000. ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 6,95,000 രൂപ കൊടുക്കാം. മാനുവൽ 6,95,000 2022. ഓക്കെ, ബാക്കി ലോൺ നമുക്കൊരു 6ന്റെ മുകളിൽ എന്തായാലും കിട്ടും. 6ന്റെ മോഡൽ വണ്ടി. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടി, നമ്മുടെ അടുത്ത വാഹനം MG ഹെക്ടർ പ്ലസ് ആണ്. 6 സീറ്റർ വാഹനമാണ്. 6 or 7 ഇതിപ്പോ 6 അല്ല, 6 സീറ്റർ ആണ്. എങ്ങനെ ഡീറ്റെയിൽ? 2021 മോഡല് MG ഹെക്ടർ പ്ലസ് 6 സീറ്റർ, ഡീസൽ, മാനുവൽ, ഷാർപ്പ്, ഫുൾ ഓപ്ഷൻ. 2021 അല്ല? ഓക്കെ, ഏറ്റവും ടോപ്പിന്റെ മാനുവൽ ആണ്. ഡീസലിൽ മൈലേജ് കിട്ടും, ഒരു 15 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. 6 സീറ്റർ നല്ല ലെഗ് സ്പേസ് ഉള്ള സ്പേഷ്യസ് ആയിട്ട് യാത്ര ചെയ്യുന്ന അടിപൊളി വണ്ടി. ഇതിന്റെ എന്താ പറയുക, ഓട്ടോമാറ്റിക് നേരത്തെ കാണിച്ച പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അധികം പറഞ്ഞൂടാ, കാരണം ഈ വണ്ടി അധികം 10 വണ്ടികളും ഇനി കാണിക്കാണ്ട്. ഇതിനാണ് സമ്മതിക്കില്ല, വീഡിയോന്റെ ലെങ്ത് കൂടി പോകുന്ന പറഞ്ഞിട്ട് 3 താറുകൂടി കാണിച്ച് നിർത്താതെ പറയുന്നത്. അതുകൊണ്ട് അടുത്ത 3 താറിലേക്ക് മാത്രമല്ല, ഏതൊക്കെ വണ്ടിയുണ്ട് പറഞ്ഞു. നമ്മളെ എഞ്ചിനെ തന്നെ ഹെക്ടർ വേറുണ്ട്, ആസ്റ്റർ ഉണ്ട്, അതേപോലെ തന്നെ Q3 ഉണ്ട്, അതേപോലെ നെക്സോണുകളുണ്ട്, നെക്സോണിന്റെ EV ഉണ്ട്, ടിയാഗോ EV ഉണ്ട്, ഒരുപാട് സെഗ്മെന്റ് വണ്ടികളുണ്ട്. നമ്മൾ അതാ പറയാം, ഏതുതരം വണ്ടികൾ നമുക്കുണ്ട്. ഒരു 4 വണ്ടി കാണിക്കാൻ കാണിക്കായിരുന്നു. ഇപ്പൊ കാണിച്ചാൽ പിന്നെ ഇന്ന് വീഡിയോ പോകില്ല, ഇന്ന് തന്നെ വീഡിയോ പോകണം, എഡിറ്റ് ചെയ്ത് ഇന്ന് വീഡിയോ. അപ്പൊ ഇതിന്റെ കാര്യം പറയാം, അത് ഹെക്ടർ പ്ലസ് ആണ്. പിന്നെ കിലോമീറ്റർ ഓടിയിരിക്കുന്ന 25,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ ആണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡോർ മാത്രം റീപ്ലേസ്മെന്റ് ഉണ്ട്. അത് ചെറിയ ഓരോ വീണ്ടും കമ്പനിയിൽ നിന്ന് മാറിയതാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയ കമ്പനി സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ. അതിന്റെ വണ്ടി വന്നതേ ഉള്ളൂ. അതേപോലത്തെ വന്നിരിക്കുന്ന ഇത് കാണിക്കാൻ വേണ്ടി എടുത്താണ്. RF-നുള്ള വണ്ടിയാണ് ഈ വണ്ടി. നേരത്തെ കാണിച്ച അമേസിൽ നിന്ന് RF-ന് പോകാനുള്ള വണ്ടിയാണ്. ബാക്കിയെല്ലാം അത് ഷോറൂം കണ്ടീഷനിലാണ് നമ്മൾ കൊടുക്കുള്ളൂ. അപ്പൊ റേറ്റ് എത്ര പറഞ്ഞത്? റേറ്റ് നമുക്ക് 14,80,000 രൂപ കൊടുക്കാം. ഹെക്ടർ പ്ലസ് ഡീസൽ, ഷാർപ്പ്, മാനുവൽ വണ്ടി, ഓട്ടം കുറഞ്ഞ വണ്ടി, 25,000 തുടരെ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഒരു 13-14 എന്റെ അഭിപ്രായത്തിൽ ഫുൾ എമൗണ്ട് ലോൺ കിട്ടും. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. അടുത്ത നമുക്ക് താറിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ താറുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി 3 താറും കാണാം അല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ റെഡിൽ തുടങ്ങാം. റെഡ് ആൻഡ് ബ്ലാക്ക് ആണ്. അത്യാവശ്യം ലൈറ്റിങ്ങിന്റെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തൊരു വണ്ടി അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2023 താറ് ഹാർഡ് ടോപ്പ് 4x4 മാനുവൽ 4x4 ആണ്. ഓക്കെ, 2023 വണ്ടി അല്ലേ? 23 വണ്ടി, 26 6-ാം മാസം വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. കമ്പനി ഒരു വർഷം കൂടി വാറണ്ടിയുള്ള വണ്ടി. ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല. ഓട്ടം എത്ര? ഓട്ടം വെറും 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 22,000. സിംഗിൾ ഓണർഷിപ്പ് അല്ല? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 15,60,000 രൂപ കൊടുക്കാം. 15,60,000 4x4 മാനുവൽ 2023 താർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അത്യാവശ്യം നല്ല അടിപൊളി ലുക്കിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ്. നല്ല വെളുത്തിലുള്ള ചൊങ്ങന്മാരാണെങ്കിൽ അടിപൊളി ലുക്ക് ആയിരിക്കും ഇറങ്ങി വരുമ്പോഴേ. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ലോൺ എത്ര കിട്ടും നിങ്ങൾക്ക്? ലോണ് 14-15 ഷോർട്ടായിട്ട് വാങ്ങി കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടി കൊടുക്കാം. അടുത്തത് വൈറ്റ് താർ KL5 കോട്ടയം രജിസ്ട്രേഷൻ ആണ്. 2023 വണ്ടി അല്ലേ? എങ്ങനെയാ ബാക്കി? 2023 താർ 4x4 ഡീസൽ ഓട്ടോമാറ്റിക് ഹാർഡ് ടോപ്പ്. ഓക്കെ, നേരത്തെ മാനുവൽ ആണ് കണ്ടത്, ഇപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, നേരത്തെ കണ്ട ഡീസൽ അല്ല? നേരത്തെ കണ്ട ഡീസൽ. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക്. 3 ഡീസലും ഒരു പെട്രോളും ഒപ്പം നിലവിലുണ്ട്. 4 കാറുണ്ട്. ഓക്കെ ഓക്കെ, ഇത് അഡീഷണൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? വേറെ ടൈപ്പ്? അതെ. ഓക്കെ, വൈറ്റ് ആണ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഒരു എടുപ്പ് ഇതിനുണ്ട്. അതെ, സെക്കൻഡ് ഓണറാണ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. 33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 33,000. 2023 വണ്ടി. എത്ര കൊടുക്കുക ഇത്? നമുക്ക് 17,50,000 രൂപ കൊടുക്കാം. 17.5 ലക്ഷം. ഡീസൽ 4x4 ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇത് 12/12 മാസം വരെ, അടുത്ത വർഷം 12-ാം മാസം വരെ അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ, ഇതിലും 90% ലോൺ ഡിസംബർ ലാസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ്. അതെ, ഒരു 90% ലോൺ കിട്ടും. 90% എന്തായാലും കൊടുക്കാം. നല്ല മാറ്റം.
നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനവും ഈ ഒരു ഥാറാണ്. ബ്ലാക്ക് കളർ, ഫുൾ ബ്ലാക്ക് ആണ്. KL 22 രജിസ്ട്രേഷൻ വാഹനം. അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2022 മോഡല്. ഓക്കെ. ഡീസൽ പെട്രോൾ താറ് ഓട്ടോമാറ്റിക് 4x4 ഓട്ടോമാറ്റിക് 4x4. നേരത്തെ ഡീസൽ 2 വെറൈറ്റി കണ്ടു. അപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് 4x4 22 മോഡൽ. ഓട്ടോ എത്ര പോയി? കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 60,000 അല്ലേ? ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. ഇതിന്റെ വാറണ്ടി എല്ലാം കഴിഞ്ഞു. എക്സ്റ്റൻഡ് ഒന്നും ചെയ്തിട്ടില്ല? എക്സ്റ്റൻഡ് ചെയ്തില്ല. വേണം വാറണ്ടി നമുക്ക് വേണമെങ്കിൽ വണ്ടി കൊടുക്കാൻ പറ്റും. നിങ്ങളെ 1 ഇയർ വാറണ്ടി കൊടുക്കാം നമുക്ക്. ഓക്കെ. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? ക്ലെയിമും കാര്യമൊന്നുമില്ല. ഓക്കെ. എത്രയിനിപ്പോൾ? നമുക്ക് 13 ലക്ഷം രൂപ കൊടുക്കാം. 13 ലക്ഷം രൂപയ്ക്ക് 2022 പെട്രോൾ ഓട്ടോമാറ്റിക് 4x4 ഥാറ് കൊണ്ടുപോകാം. ഹാർഡ് ടോപ്പ്, ഏറ്റവും ടോപ്പിൻ്റെ വാഹനം തന്നെയാണ് പെട്രോളിൽ. അപ്പോൾ ലോൺ ഒരു 12 മേലെ കിട്ടുമോ? 12 എന്തായാലും കിട്ടും. 12 എന്തായാലും കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതും ഒരു 1 ലാഖിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയൊരു വാഹനമാണ്. വേറെ ഏതാ താറ് ഇപ്പോൾ കയ്യിലുള്ള? ഡീസൽ മാനിലൊന്നുണ്ട്. ഡീസൽ മാനിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഒന്നും വരാതെ നിൽക്കുന്നതുണ്ട്. വരാനുണ്ട്. ഓക്കെ. പ്രീമിയം സെഗ്മെന്റ് വേറെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ കയ്യിൽ വരാൻ? നമ്മുടെ അടുത്ത് പ്രീമിയം സെഗ്മെന്റിലും ഉണ്ട്. ഒരു 10 വണ്ടികളുണ്ട് വരാനുണ്ട് അല്ലേ? ഉണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ ഇതിനകത്ത് തന്നെ ഓൾമോസ്റ്റ് പുതിയ സ്റ്റോക്ക്. മറ്റേ ആടിലോ വണ്ടികളുണ്ട്. ചെറുവണ്ടികൾ ഒരു 5 ലക്ഷത്തിന് ചാടുള്ള ഒരു 4-5 വണ്ടികൾ വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് നിലവിൽ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോ റൈറ്റ് ഓഫ് കാണാനും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് താരം കൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഷമീർ ഖാൻ, താങ്ക് യു. ബൈ.